നല്ല യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടും അതേപോലെ വിഷ്വൽസൊക്കെ കൊള്ളാം. ഫൈറ്റ് സീൻസ് ആയാലും ഒക്കെ നന്നായിട്ടുണ്ട്. ഫൈറ്റ് കുഴപ്പമില്ല, നന്നായിട്ട് കണ്ടിരിക്കുക. നമുക്ക് ബോറിംഗ് ഒന്നുമില്ല, ലാഗൊന്നുമില്ല, രസമുണ്ട് പടം. ഒരു യൂത്തിന് പറ്റിയൊരു പടമാണ്, യൂത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്നൊരു പടമാണ് ഫൈറ്റ് ക്ലബ്ബ്. പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആക്ഷൻ സീൻസൊക്കെ കൊള്ളാം, പിന്നെ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോഴത്തെ ഒരു ഫിലിമിൻ്റെ ഒക്കെ നേച്ചർ അങ്ങനെയാണ്. യൂത്തിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ഫൈറ്റും അതേപോലെ വയലൻസൊക്കെ വേണം. അപ്പം ആ ഒരു പാറ്റേണാണ്. പക്ക ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളൊരു ഫിലിം അത് തന്നെ. മേക്കിംഗ് രസമായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചെറുപ്പക്കാർക്ക് തന്നെ ഉള്ള പടമാണ്. പ്രത്യേകിച്ച് യൂത്ത് തന്നെ വരുള്ളൂ, എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയുള്ളൊരു പടം. അങ്ങനത്തെ ഒരു പടം നമുക്ക് പറയാൻ പറ്റും. നന്നായിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ പടം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേണിലുള്ള സിനിമകൾ തന്നെ നമ്മുടെ എന്തായി പറയുന്നത്, ഈ കുറച്ച് വയലൻസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ സിനിമകളുടെ പൊതുവെ ഒരു നേച്ചറാണത്. കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അത് അപ്പോൾ പൊതുവെ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് അത്ര നന്നാവില്ലല്ലോ. വയലൻസ് ഇങ്ങനെ അതെപ്പോഴും ഒരു പടങ്ങളുടെ ഒരു ട്രെൻഡാണ് ഈ വയലൻസ് കൂടുതൽ കാണിക്കുക എന്നുള്ളത്. എന്താണെന്നല്ല, പിന്നെ അതേപോലെ ഈ ആക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ஒருத்தா இருக்கு. அப்படியெல்லாம் எதுவும் இல்லை, ஃபுல் ஃபைட்டு தான். அந்த அளவுக்கு எதுவும் இல்லை ஜி. எனக்கு ஒர்த்து ஜி. ஓகே.